ഹലോ, ഈസി ആയിട്ടും എന്നാൽ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പനീർ റോൾ കണ്ടാലോ? ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്ന അടിപൊളി ഐറ്റമാണ്. ആദ്യം തന്നെ പനീർ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനകത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കണ്ട പൊടികളെല്ലാം ഞാനിവിടെ വാരിയിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് തൈര്, പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ പനീർ ഇട്ട് ഇളക്കി ഇതുപോലെ ഒരു 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് നമ്മുടെ ഈ പനീറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക, അല്ലാതെ കരിഞ്ഞു പോകും. എൻ്റെ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പനീറൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഞാനും സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഇട്ടിട്ട് തന്നെയാണ് സോട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും പിന്നെ ക്യാപ്സിക്കവും കുറച്ച് സവാള ഉള്ളിയും കൂടെ ആട്ടോ ഇട്ടേക്കുന്നത്. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ പനീർ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതൊന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ഒഴിച്ചത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിയിലോ അല്ലെങ്കിൽ കുബൂസിലോ ഒക്കെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ചപ്പാത്തി, എനിക്ക് ഈ ചപ്പാത്തിയിൽ റോൾ ചെയ്യുന്നതാണ് കൂടുതലും ഇഷ്ടം. കുബൂസിൽ ചെയ്തെടുക്കാനായാലും ഈ സെയിം മെത്തേഡ് തന്നെയാണ്. കുബൂസ് ഒന്ന് ചൂടാക്കി എടുക്കുക, അതിനകത്തേക്ക് മയണൈസ് ഒഴിക്കുക. മയണൈസ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് മയണൈസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്താൽ ഞാൻ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോഴും തന്നെ കഴിക്കാനല്ലേ. അപ്പോൾ ഞാനത് ജസ്റ്റ് അതിനകത്തൊന്ന് റോൾ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ചപ്പാത്തിയിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വെറൈറ്റി ആയിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റോളാണ്. അവർക്ക് വയറൊക്കെ നന്നായിട്ട് നിറയും. അപ്പോൾ പനീറൊക്കെ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നോൺ വെജ് ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പാടുള്ളവർക്കും ഇതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.